ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി നമ്മളത് വർക്കിൽ കയറ്റിയിട്ടുണ്ട്. ഇത് ജൻ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിലെ ബ്രേക്സ് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ബ്രേക്കാണ് കിടക്കുന്നത് കമ്പനി ബ്രേക്സ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക്. തൽക്കാലം ഇപ്പോൾ തന്നെ ഇത് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചെയിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം, നോക്കാൻ വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്തിടാം. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ അതിൻ്റെ പ്ലഗ് ആയാലും വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാണ്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റാണ്. നമ്മൾ തൽക്കാലം ഈ മോട്ടറിന് അയച്ചിട്ട് അതിൻ്റെ ഈ കാർബൺ ഈ ബ്രഷൊന്ന് മാത്രം മാറ്റിയിടാം, ഇത് മാത്രം ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അതിൻ്റെ ഈ ആർമേച്ചർ യൂണിറ്റിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അതെ, റിപ്പീറ്റും പെട്ടെന്ന് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് മോട്ടർ മാറ്റിക്കളയായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് ഈ ബ്രഷ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ മോട്ടറിൻ്റെ ഒരു സൗണ്ട് വേരിയേഷൻ കാണിക്കാൻ ചാൻസ് ഉണ്ട്. തൽക്കാലം ബ്രഷ് മാത്രം മാറ്റിയിടാം. പെട്ടെന്ന് ബ്രഷ് വീണ്ടും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ആ മോട്ടർ മാറ്റേണ്ടി വരും. പിന്നെ ഒരു വണ്ടി സ്റ്റാർട്ടിങ്ങിൽ എൻജിൻ സൈഡിൽ നിന്നൊരു സൗണ്ട് വേരിയേഷനാണ്, അതൊരു ടെൻഷൻ്റെ സൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റ് കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്തവണത്തെ കൂടി നമ്മൾ ആ പാഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ ചെക്കപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഭാഗത്ത് അയച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ബോൾട്ട് അയക്കുമ്പോൾ ഇതിൽ കൂടെ ഓയിൽ ഡ്രോപ്പായിട്ട് വരണം. അല്ലേ, ഓയിൽ വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് ടോപ്പപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഓയിൽ മാറ്റിക്കളയുന്നതായിരിക്കട്ടെ നല്ലത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.80 ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി വല്ല ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നത്. ബാറ്ററിക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ മോട്ടറാണ്. ഇതിൻ്റെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മോട്ടറൊന്ന് മാറ്റിക്കളയാം. ഓക്കെ, അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം, വാഷിംഗ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.